പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദു പതുക്കെ തന്റെ മുറിയിലേക്ക് കയറിയിട്ടങ്ങ് വാതിലടച്ചതേയുള്ളൂ. വാതിലടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സ്വീകരണ മുറിയിൽ നിന്നിരുന്ന കനകദുർഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ഇരിച്ചു. അവർ തിരിഞ്ഞ് സോഫയിലിരിക്കുന്ന ഗോവിന്ദേട്ടനെ നോക്കിയിട്ട് അവരുടെ കണ്ണുകൾ അപ്പോഴത്തെ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. എന്ത് ഭാവിച്ച ഗോവിന്ദേട്ട അവളെ നീക്കുന്നത്? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും അവൾക്ക് വല്ല കൂസലുമുണ്ടോ? കനകദുർഗയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. നവീൻ മോനെ പോലെ ഇത്രയും നല്ലൊരു പയ്യൻ, നല്ല കുടുംബം, അവൻ നേരിട്ട് വന്ന് കല്യാണം ആലോചിച്ചിട്ട് പോലും അവളൊന്ന് വാ തുറന്നിട്ടുണ്ടോ? സമ്മതമാണോ അല്ലയോ എന്തെങ്കിലും ഒരു വാക്ക് അവൾ പറഞ്ഞൂടെ അവൾക്ക്? ഗോവിന്ദേട്ടന് ഒന്നും മനസ്സിലാവാതെ നിലത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരുപാട് സംഘർഷങ്ങളുണ്ടായിരുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ മകളുടെ മൗനം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവൾ ഈ നിശബ്ദത കൊണ്ട് തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം ഗോവിന്ദേട്ടാ. കനകദുർഗ വീണ്ടും തുടർന്നു. അവരുടെ ശബ്ദം കുറച്ചുകൂടി കറുപ്പമുള്ളതായി മാറി. അങ്ങനെ ആ അനിയെ എങ്ങാനും അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ പോകുന്നത് അവളുടെ പരിപാടിയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം ഞാൻ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. എൻ്റെ ശവത്തിൽ ചവിട്ടിട്ട് അവൾക്ക് ആ വീട്ടിലേക്ക് കയറി പാരാൻ പറ്റുള്ളൂ. ഗോവിന്ദൻ പതുക്കെ തലയുയർത്തി കനകദുർഗയെ നോക്കി. കനകെ, നീ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ വിളിച്ചു പോവാതെ. അവൾ എങ്ങാനും കേട്ടാൽ മതി. അന്ന് രാത്രി ചിലപ്പോൾ അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും. അവളുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. പോവുകയാണെങ്കിൽ പോട്ടെ ഗോവിന്ദേട്ടാ. കനകദുർഗ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവളെ പേടിച്ച് ഈ വീട്ടിൽ എങ്ങോട്ടേക്ക് എങ്ങനെ കഴിയാൻ പറ്റുമോ? എന്ത് വന്നാലും ശരി, നവീനുമായിട്ടുള്ള കല്യാണം അത് നടന്നേ തീരൂ. കനകദുർഗ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിൽ വലിയൊരു ഭയം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിന്റെ പിടിവാശി അവരെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവളാണ് അവൾ. അവളുടെ മനസ്സ് എന്താണെന്ന് പ്രവചിക്കാനും കഴിയില്ല. ഇതേ സമയം തന്റെ മുറിയിൽ വാതിലടച്ച് ചാൽ നിൽക്കുകയായിരുന്നു നന്ദു. അവളുടെ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടിയിരുന്നു. കണ്ണുകളിങ്ങനെ ഇറുക്കെ ദീർഘമായിട്ടെന്ന് അവളൊന്ന് അടച്ച് ശ്വാസം അടച്ചു. ദൈവമേ, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അവൾ തന്നോട് തന്നെ അങ്ങ് മന്ത്രിക്കാണ്. നവീനേട്ടൻ കൂടെ വന്നത് കൊണ്ട് മാത്രമാണ് അമ്മ കൂടുതൽ ചോദ്യം ചോദിക്കാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരു ഭാരമാണ്. നവീനേട്ടന് തനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത്രയൊക്കെ സ്നേഹം കാണിക്കുന്ന തന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരാളോട് എങ്ങനെ താൻ നോ പറയും? താൻ നോ പറഞ്ഞാൽ അതിൻ്റെ കാരണം അവൻ അന്വേഷിക്കും. അപ്പോൾ താൻ എന്തു മറുപടി പറയും? അനിയെ തനിക്ക് ഇഷ്ടമാണെന്ന് വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓർക്കുമ്പോൾ തന്നെ നന്ദുവിൻ്റെ കൈകൾ വിറച്ചു. നവീനേട്ടനെ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. അത്രമാത്രം നല്ലവനാ നവീനേട്ടൻ. തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവൻ നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷകൾക്ക് മേൽ എങ്ങനെ കരിനിഴൽ വീഴ്ത്തും? നന്ദുമെല്ലെ നടന്ന് ആ ഒരു കട്ടിലേക്ക് വീണു. അവളുടെ തല പുകയുന്നത് പോലെ തോന്നി. എത്ര നാളെങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ കഴിയും? എപ്പോഴെങ്കിലും ഒരിക്കൽ തനിക്കൊരു ഉത്തരം പറഞ്ഞേ പേരൂ. യെസ് അല്ലെങ്കിൽ നോ. ഈ രണ്ട് വാക്കുകൾക്കിടയിൽ തൻ്റെ ജീവിതം കിടന്ന് ഞെരുങ്ങുകയാണല്ലോ എന്ന് അവൾ ഓർത്തു. ഒരു തുള്ളി കണ്ണുനീര് അവളുടെ കവിളിലൂടെ ഇങ്ങനെ തലയിണയിലേക്ക് എത്തി വീഴാണ്. കുറച്ചു സമയത്തിന് ശേഷം കനകദുർഗ തന്റെ ഫോണെടുത്ത് നയനയെ വിളിച്ചു. ഫോണിന്റെ റിങ് കേട്ടപ്പോൾ നയന വേഗം തന്നെ ഫോൺ എടുത്തു. അവളുടെ മുഖത്തും അത്യാവശ്യം ടെൻഷനിലായിരുന്നു. ഹലോ അമ്മേ. നയനയുടെ ശബ്ദം നേരത്തായിരുന്നു. മോളെ നയനെ, നന്ദു ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, കനകദുർഗ പറഞ്ഞു. ഹാ, എത്തിയോ അമ്മേ? എങ്ങനെയാ വന്നത്? നയന ആകാംക്ഷയോട് ചോദിച്ചു. നവീൻ മോനോടൊപ്പം വന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചാ വന്നത്. അത് കേട്ടപ്പോൾ നയനയുടെ മുഖത്ത് വലിയൊരു ആശ്വാസം വിരിഞ്ഞു. ആണോ അമ്മേ? അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ട്രിപ്പ് പോയെന്ന് തോന്നുന്നു. അവൾ ആശ്വസിച്ചു. എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ ഒറ്റക്കൊന്നുമല്ലല്ലോ പോയത്. പക്ഷേ മോനെ, കനകദുർഗയുടെ ശബ്ദത്തിൽ വീണ്ടും പരാതി നിറഞ്ഞു. ഇതുവരെയായിട്ട് നവീനോട് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ല. നവീൻ മോനെ അത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അവൾക്കിത് എന്തിൻ്റെ കേടാ? നയനമെല്ലെ പറഞ്ഞു. അമ്മേ, അതൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കും അവൾ പറയാത്തത്. സാവകാശം അവൾ പറഞ്ഞോളും. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാമേ. അമ്മ ഒന്നുകൊണ്ട് ബേജാറാവണ്ട. അവളെ നിർബന്ധിക്കാനും നിൽക്കണ്ട. ഹേയ്, ഞാനൊന്നിനും നിർബന്ധിക്കൊന്നും പോകുന്നില്ല മോളെ. കനകദുർഗ ഒരു നെടുവീർപ്പോട് കൂടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നയന തിരിഞ്ഞു നോക്കുമ്പോൾ ആദർശ് അവളുടെ പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നയനയുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുണ്ട് എന്ന് ആദർശിന് മനസ്സിലായി. എന്തു പറ്റി നയനെ? അവിടെ നിന്ന് വലിയ പ്രശ്നമുണ്ടായോ? ആദർശ് ചോദിച്ചു. ആദർശേട്ടാ, നന്ദു വീട്ടിലേക്കെത്തി. നവീന കൊണ്ടുപോയി ആക്കിയത്. അവർ ഒരുമിച്ചായിരുന്നു എന്നാ അമ്മ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ആദർശിന്റെ മുഖം മാറി. അവന്റെ പുരികം ചുരിഞ്ഞു. നവീനോ? അതെങ്ങനെ ശരിയാവും? എന്തൊക്കെയോ കളികളോട് നടക്കുന്നുണ്ട് നയനെ. ഒരു പക്ഷേ നവീൻ അവരുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ? അവരെല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നവീൻ കൂട്ടു നിൽക്കുവാണോ? ആദർശിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ അങ്ങനെ ഉയർന്നു. എന്താണെങ്കിലും അനിയുള്ള കാര്യം ഏതായാലും വീട്ടിലാരും അറിഞ്ഞിട്ടില്ല ആദർശേട്ടാ. അത് തന്നെ വലിയൊരു ഭാഗ്യം. അനിയുണ്ടെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കുകയെന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. നയന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അനി പെട്ടെന്നിനെ വണ്ടി നിർത്തിയിട്ട് മുറ്റത്തേക്ക് കയറി വരുന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ആദർശ നയനയും പരസ്പരം നോക്കി. അനി അകത്തേക്ക് കയറി വന്നപ്പോൾ ആദർശ് അവൻ്റെ കൈയൊക്കെ ഒന്ന് കയറി പിടിച്ചു.
എങ്ങോട്ടാണ് നീ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത്? ഇങ്ങോട്ടേക്ക് പാടാന്ന് ആദർശ് അവനെ വലിച്ചുകൊണ്ട് തന്നെ മാറി നിന്ന് നയനയും പിന്നാലെ ചെല്ലുകയാണ്. എന്താ ആദർശേട്ടാ, എന്ത് പറ്റി? അനിയൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു. സത്യം പറടാ, നീ ഇന്നലെ നന്ദുവിനോടൊപ്പമായിരുന്നോ? ആദർശിന്റെ കണ്ണിൽ ദേഷ്യം ജ്വലിച്ചു. അനിയൊന്ന് പതറി. പിന്നെ പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, എന്നോടൊപ്പം രാകേഷും വിഘ്നേഷും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയാ പോയത്. എടാ, ഒരു കാര്യം ഞാൻ പറയാം, ആദർശ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കല്യാണത്തിന് മുൻപ് ഇങ്ങനത്തെ പോക്കൊക്കെ ശരിയാണോ? അനി പുച്ഛത്തോടങ്ങി ചിരിച്ചു. എൻ്റെ ആദർശേട്ടാ, ആദർശേട്ടൻ എന്താ ഈ പറയുന്നത്? കല്യാണത്തിന് മുൻപ് പോയെന്നോർത്ത് ഞാനും നന്ദു കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ പോയതൊന്നുമല്ലല്ലോ. ഞങ്ങൾ ഒറ്റക്കൊന്നല്ല പോയത്, എൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. നയന ഇടപെട്ടു. സത്യം പറയാനി, നിങ്ങളെല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്നോ? അതോ ഇനിയിപ്പോൾ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഒപ്പമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞതാണോ? അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണെന്നൊക്കെ ആർക്കറിയാം? ഹോ, നിങ്ങൾക്ക് അത്രയും സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, രാകേഷിനോട് വിഘ്നേഷിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുകയെന്ന് അനി ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. അല്ല, നവീൻ അവിടെ ആ കൂടെ പോയിട്ടുണ്ടായിരുന്നോ? നന്ദുവിനെ കൊണ്ടുവിടാന് നയനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ നവീന് പോയി കാണും, അനി നിസാരമായി പറഞ്ഞു. അല്ല, നവീന് നന്ദുവിനെ കല്യാണം ആലോചിച്ച കാര്യം നീ അറിഞ്ഞോ? ആദർശ് അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അനിയൊന്ന് നിശബ്ദനായി. അവൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞു. പിന്നെ അവൻ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് നയനെ ചോദിക്കണേ. ഞാനെന്ത് പറയാനാ? ഞാനും നന്ദുവും തമ്മിലല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്. ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. അതിനൊരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. അനിയുടെ വാക്കിൽ ഒരു തരം കടുപ്പമുണ്ടായിരുന്നു. നയന സങ്കടത്തോടെ പറഞ്ഞു. അനി, നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ. കാരണം വീട്ടിലെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നന്ദുവും നവീനും തമ്മിലുള്ള കല്യാണം. ആ കല്യാണം നടത്താൻ വേണ്ടി എല്ലാവർക്കും നല്ല താല്പര്യമാണ്. അതിൻ്റെ ഇടയിലേക്ക് നീ ഇങ്ങനെ കയറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ എന്താണെങ്കിലും അച്ഛനും അമ്മയും ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല. അനി നയനയുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. നയനയെടുത്തി, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവാനും പോകുന്നില്ല, ആരെതിർത്താലും ശരി. അതും പറഞ്ഞ് അനി വേഗം അവിടെ നിന്നും പോവാണ്. കണ്ടില്ല ആദർശേട്ടാ, അവനൊരു മാറ്റവുമില്ല. ഇതെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് എനിക്കറിയില്ലല്ലോ ദൈവേ. അച്ഛനാണെങ്കിൽ അറ്റാക്ക് വന്നിരിക്കുക. ഇതിനിടയിൽ അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞ് നയനയുടെ കണ്ണ് നിറഞ്ഞു. ആദർശ് അവളുടെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുന്നതിനെ. ഇതും ഓർത്ത് നിന്റെ തലങ്ങനെ പൊകിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്ന്. അങ്ങനെ മുറിയിലേക്ക് എത്തിയ അനി വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അവൻ വേഗം ഫോണെടുത്ത് നന്ദുവിനെ വിളിച്ചു. കുറച്ചു നേരം റിംഗ് ചെയ്തതിന് ശേഷമാണ് നന്ദു ഫോൺ എടുത്തത്. എന്താ നന്ദു, വീട്ടിൽ കാര്യങ്ങളൊക്കെ വല്ല പ്രശ്നമുണ്ടായോ? അനി ആകാംക്ഷയോട് ചോദിച്ചു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു അനി. നന്ദുവിൻ്റെ ശബ്ദത്തിൽ ക്ഷീണമുണ്ടായിരുന്നു. നവീനായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അമ്മ എങ്ങനെ അങ്ങ് കൊന്നു തിന്നേനെ. അപ്പോൾ എല്ലാം സേഫാണല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ടനി. നന്ദുവിൻ്റെ ശബ്ദം ഗൗരവമുള്ളതായി മാറി. നവീനേട്ടൻ എന്ന കുരുക്ക് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആഴത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യാൻ പോവാ? കല്യാണത്തിന് സമ്മതിക്കാൻ പോവാണോ? അനി അല്പം ദേഷ്യത്തോട് ചോദിച്ചു. എടാ മരമണ്ട, അങ്ങനെ ഞാൻ സമ്മതിക്കുമെന്ന് നിന്നോട് പറഞ്ഞോ? നന്ദു ദേഷ്യപ്പെട്ടു. നവീനേട്ടൻ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. നീ ആദ്യമേ തന്നെ നിന്റെ ഇഷ്ടം എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. അനി ഒന്നും മിണ്ടാതെ നിന്നു. നവീൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് നിനക്ക് പറയാമായിരുന്നില്ലേ നിന്റെ മനസ്സിൽ ഞാനാണെന്നുള്ള കാര്യം? എന്നിട്ട് നീ അതെല്ലാം തന്നെ മൂടി വെച്ചു. ഇപ്പം അതിന് എനിക്ക് പാരയായിട്ട് വന്നിരിക്കുക. നന്ദു കരയാൻ തുടങ്ങി. അവളുടെ സങ്കടം കേട്ടപ്പോൾ അനിയുടെ ഹൃദയം കൊളുത്തി വലിക്കുന്ന പോലെ വേദന തോന്നി. എടി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക്, ടെൻഷൻ അടിക്കാതിരിക്ക്. നമുക്കിത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ കൂടെയുണ്ടല്ലോ. നമ്മൾ ഇന്നതായാലും ഇതിനൊരു വഴി കണ്ടുപിടിക്കും. അനി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരിച്ചതിന് ശേഷം കുറച്ചൊന്ന് ശാന്തമായപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം നവീൻ തൻ്റെ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. എല്ലാം അറിയുമായിരുന്നിട്ടും ഒന്നും മിണ്ടാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റം സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുന്നവൻ്റെ വേദന. നവീൻ മുറിയിലേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്താണ് നരസിംഹ മുത്തശ്ശൻ അവനെ വിളിക്കുന്നത്. മോനെ നവീനെ, ഇങ്ങോട്ടേക്ക് വായോ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ ചാരുകസയിൽ നിന്നും എഴുന്നേറ്റു. എന്താ മുത്തശ്ശ? നവീൻ ചിരിക്കാൻ ശ്രമിച്ചോട് പറഞ്ഞു. നീ ഇവിടെ ഇരിക്ക്. മുത്തശ്ശൻ അവനെ അടുത്തേക്കിരുത്തി. നിന്റെ മനസ്സിലെ പെൺകുട്ടിയെന്ന് കുറിച്ച് നീ കഴിഞ്ഞ ദിവസം തൊട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നല്ലോ. പക്ഷേ അതാരായെന്നൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. ഇനിയിപ്പം നിന്റെ അച്ഛൻ വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വിവാഹം നടത്തണമെന്ന എല്ലാവരുടെയും ആഗ്രഹം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല. നിന്റെ അമ്മയാണെങ്കിലോ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. നവീൻ പതുക്കേന്ന് ചിരിച്ചു. അതൊന്നും സാരമില്ല മുത്തശ്ശ, ഇതിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. കുറച്ച് നാളും കൂടി കഴിയട്ടെ. അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും കല്യാണം നടത്താലോ. എടാ മോനെ, നിനക്ക് പ്രായം കൂടി വരുമല്ലേ. നിന്നോടൊപ്പമുള്ള പിള്ളേരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുമായി.
അതിൻ്റെ സമയത്തങ്ങ് നടക്കണം. അതൊക്കെ നടക്കും മുത്തശ്ശ. ഞാൻ ഇത്രയും കൂടി ഫ്രീ ആയിട്ട് നടക്കട്ടെ. എന്താണെങ്കിലും ഇപ്പം കല്യാണം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയ്ക്ക് എന്താണെങ്കിലും അവരുടെ ആഗ്രഹത്തിൻ്റെ ഒത്തിരി പെൺകുട്ടിയെ നിനക്ക് കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വൈകിപ്പിക്കരുത്. നവീൻ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഇല്ല, ഇപ്പം എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അമ്മക്കതിന് സമ്മതമല്ലല്ലോ. പിന്നെ ഞാനായിട്ട് വാശി പിടിക്കാനൊന്നും പോകുന്നില്ല. മുത്തശ്ശൻ അവനെന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ മുത്തശ്ശ, ഞാൻ വെറുതെ വാശി പിടിക്കുന്നത്? വാശി പിടിച്ചിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നാലും അമ്മക്കതിൽ താല്പര്യം കാണില്ല. അമ്മ അവളെ എതിർക്കത്തേയുള്ളൂ. പിന്നെ ഞാനെന്തിനാ റിസ്ക് എടുക്കുന്നത്? അതും പറഞ്ഞ് നവീൻ പതിയെ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. നരസിംഹ വക്കീലിന് വല്ലാത്ത സങ്കടം തോന്നി. പാവം, അവൻ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പത്മയുടെ മുന്നിൽ വെച്ച് അവൻ എതിർത്ത് പോയതാണ് അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ നവീൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. കാരണം പത്മയുടെ എതിർപ്പ് മാത്രമല്ല, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനറിയാം. ആ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഈ ബന്ധം വേണ്ടാന്ന് വെക്കാണ്. തൻ്റെ പ്രണയം അവനങ്ങ് മനസ്സിലങ്ങ് കുഴിച്ചു മൂടുക ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മ അങ്ങോട്ടേക്ക് വന്ന് നരസിംഹ വക്കീലിനോട് പറയാണ്. ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, എടി പത്മേ, അവൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്നും അതിപ്പോൾ നന്ദു ആണെങ്കിൽ പോലും നീ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. നീ എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? പത്മ അങ്ങ് ഞെട്ടിത്തിരിച്ചു പോയി. അച്ഛൻ എന്താ ഈ പറയുന്നത്? പാവം, അവൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്? നിന്റെ ഇഷ്ടത്തിന് നീ അവൻ്റെ കല്യാണം കഴിപ്പിച്ചിട്ട് അവസാനം അവൻ്റെ ജീവിതം അങ്ങ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ അവൻ നിന്നെ കുറ്റപ്പെടുത്തും. അത് നീ ഓർത്തു വെച്ചോ. പത്മക്ക് ദേഷ്യം വന്നു. ഹോ, അപ്പോൾ അച്ഛനും അവനോടൊപ്പം ചേർന്നിരിക്കുവാണോ? ഞാൻ ഉള്ളത് പറയാച്ചാ, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ നകുലം വരുമല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ കല്യാണം നടത്തിയാലേ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ അവൻ വേറൊരു ബന്ധത്തിനൊരുങ്ങോ? അല്ലെങ്കിൽ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? എല്ലാം ആലോചിച്ചിട്ട് വേണം പത്മേ, നീ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ നിൽക്കില്ലേ? നരസിംഹ വക്കീൽ അവളെ ഉപദേശിച്ചു. പത്മ ആകെപ്പാടങ്ങ് പെട്ടുപോവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവനെങ്ങനെ പൊതിഞ്ഞു. നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അത് നന്ദുവാണെങ്കിൽ താൻ എങ്ങനെ ആ ബന്ധത്തിന് സമ്മതിക്കും? ഒന്നാമത്തെ കാര്യം, ആ കുടുംബത്തിലുള്ളവ ആരെയും തനിക്ക് ഇഷ്ടമല്ല. അവളെ കണ്ട തനിക്ക് കലിയാണ്. പക്ഷേ അവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ പെട്ടുപോകുമല്ലോ എന്ന ചിന്ത പത്മത്തിൻ്റെ മനസ്സിലൊരു കൊടുങ്കാറ്റായി വീശി. ഇതേ സമയം അനിയുടെ വീട്ടിൽ അവന്തിക വളരെ ദേഷ്യത്തോടു കൂടെ അനിയുടെ മുറിയിലേക്ക് അങ്ങ് കയറി വരികയാണ്. അവളുടെ മുഖത്ത് അസൂയയും ദേഷ്യവും പകയും കൊണ്ട് ചുവന്നിരുന്നു. അനി ഫോണിൽ എന്തോങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്തികയെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വെട്ടിച്ചു. അല്ല അനിയേട്ടൻ എന്താ ഇങ്ങനെ ഇവിടെ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ? അവൾ അധികാരത്തോടെ ചോദിച്ചു. ഇല്ലായിരുന്നു. അതിനെന്താ? അനി മുഖം കൊടുക്കാതെ പറഞ്ഞു. അല്ല, അനിയേട്ടൻ എവിടെ പോയതായിരുന്നു എന്ന് അവൾ വിടാൻ ഭാവമില്ല. അത് ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇവിടെ നിന്ന് ചുറ്റിയടിക്കാൻ പോയതായിരുന്നോ? ചുറ്റിക്കറങ്ങാനോ? എവിടെയെന്ന് അവന്തിക ശബ്ദമുയർത്തി. അനി ഫോൺ മാറ്റിവെച്ച് അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അതിപ്പോൾ എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? ആൺകുട്ടികളാവുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ പോയിന്നിരിക്കും. നിനക്കെന്താ അതിൽ ഇത്ര കാര്യം? അവന്തിക പരിഹാസത്തോടെ ചിരിച്ചു. അല്ല, അനിയേട്ടൻ തനിച്ചായിരുന്നല്ലോ അല്ലേ? അതോ അവളും കൂടി ഉണ്ടായിരുന്നോ ആ നന്ദു? അനി ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ശാന്തമായി ചോദിച്ചു, ഓ, ഇപ്പം നിനക്ക് അതാണോ അറിയേണ്ടത്? ഇല്ല. അല്ല അനിയേട്ടാ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അനിയേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ ഫ്രണ്ട്സിനോടൊപ്പം അവളും കാണുമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. അവന്തികയുടെ വാക്കിൽ വിഷം നിറഞ്ഞു. അനി ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു, ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാ പോയത്. എന്താ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടപ്പോൾ അവന്തികക്ക് ഒട്ടും സഹിച്ചില്ല. അവളുടെ നിയന്ത്രണം വിട്ടു. ഓ, അപ്പോൾ രണ്ടുപേരും കൂടി സൊള്ളാൻ വേണ്ടി പോയതായിരിക്കുമല്ലേ? ആ വാക്ക് അനിയുടെ സമനില തെറ്റിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ദേ അവന്തികെ, ഒരു കാര്യം ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാതെ ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ നിന്നെ ആ കണ്ണിലൂടെ കണ്ടിട്ടില്ല. ഇനി ഇതും പറഞ്ഞ് നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ വന്നേക്കരുത്. ഇറങ്ങിപ്പോടി പുറത്ത്, അനി അവസാനത്താക്കിയതെന്ന് പോലെ പറഞ്ഞു. അവന്തികക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങി. അപമാനഭാരത്തോടുകൂടെ അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. എന്നാൽ അവളുടെ ഉള്ളിലെ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങൾ വെറുതെ ഒന്നും വിടില്ലാനിയേട്ടാ. അവൾ മനസ്സിൽ പ്രതിജ്ഞ എടുത്തു. എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. എന്തു വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കാനൊന്നും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഞാൻ കുളമാക്കും. തനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഒരിക്കലും അനിയൻ നന്ദുവും തമ്മിൽ ഒന്നിക്കരുത്. അവന്തികയുടെ മനസ്സിലെ കുടിലതന്ത്രങ്ങൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു. നന്ദുവിനെയും അനിയും എങ്ങനെയെങ്കിലും പിരിക്കണം. അതിന് എന്ത് വില കൊടുക്കാനും അവൾ തയ്യാറായിരുന്നു. അങ്ങനെ ഓരോ രണ്ട് വീടുകളിലാണെങ്കിലും രണ്ടുപേരുടെയും മനസ്സിങ്ങനെ ഒന്നായി. മനസ്സുകളിൽ ഇങ്ങനെ സംഘർഷങ്ങളും പുതിയ തിരമാലകളൊക്കെ അടിച്ചു തുടങ്ങിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്തികയുടെ ഈ ഒരു പെരുമാറ്റം അനിക്ക് സഹിക്കാനായില്ല. അങ്ങനെ അനി അവന്തികയെ അവിടെ നിന്നും ആട്ടിയോടിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.